ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് പകൽ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്താണെന്ന്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ പോകണമെന്ന്. അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്. അപ്പം ഞാൻ എണീച്ചുവിട്ടു. ഇപ്പോഴും നല്ല ഉറക്കമാണ്, അഭിനയിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ, പക്ഷെ ഉറങ്ങാണ് ഓള്. അപ്പോൾ ഇതാണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. ഈ നല്ല വൈബായിട്ടിലാവുന്നുണ്ടെങ്കിലും ഗൈസ് എനിക്ക് അത്ര വൈബായിട്ടൊന്നുമില്ല. എനിക്കിപ്പോഴും നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ രാവിലെയൊക്കെ എണീച്ച് പിന്നെ രാവിലത്തെ ഇതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ ട്രെയിനിൽ. 2 മണിക്ക് എത്തുന്ന ട്രെയിനിലായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അതും എന്താണ് ഒരു 2 മണിക്കൂറത്തെ യാത്ര അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ അവസ്ഥ. ഒരാൾ ഇവിടെയുണ്ട്, ഒരാൾ ഇവിടെ വേറെ എന്തോ പണിയെടുക്കുന്നുണ്ട്. ഞാനും ഉമ്മയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലും. അതാണ് കേട്ടോ. കണ്ട കേസ് ഇവളെ ആരോ ജയിലിലിട്ട് പൂട്ടിയ പോലെയാണ് കേട്ടോ ഇവള് ഇരിക്കണ ഇരുത്ത്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. നട്ടുച്ച സമയമല്ലേ, അപ്പോൾ ഭയങ്കര വെയിലും എന്താണ് കാറ്റുണ്ട്, ബട്ട് ചൂട് കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ 2 മണിക്കൂറത്തെ ഒരു ചെറിയൊരു യാത്രയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഇന്ന് ചെറിയ അനിയത്തിക്ക് വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഒക്കെ വിശക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊതുക്കലായിരുന്നു എനിക്കും എൻ്റെ മക്കും പണി കേട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിലിറങ്ങി. അതാണ് ഗൈസ് രസം. ഞങ്ങൾ ഗൾഫിൽ നിന്ന് എത്തിയ പോലെയായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ അൾട്ടോ കാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അടുക്കി വന്നതാണ് കേട്ടോ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയോ കുത്തിത്തിരികെയാണ് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇരുന്നത്. ഇത് കഴിച്ച് എൻ്റെ ഉമ്മമ്മയാണ് കേട്ടോ. ഉമ്മമ്മക്ക് പിന്നെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഉമ്മമ്മ ഒറ്റക്ക് അവിടെ VIP പോലെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മമ്മയും പിന്നെ ഉമ്മാൻ്റെ അനിയനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ കഴിച്ച് ഒരു ലഗേജ് മടിയിലും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളും എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മാൻ്റെ മക്കളും കൂട്ടത്തിൽ ഞാനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെത്തി. ഇതാണ് ഗൈസ് എൻ്റെ കംഫോർട്ട് പ്ലേസ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ നൊസ്റ്റാൾജിയസ് അടിക്കാനുള്ള പ്ലേസാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇതെൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ്, കുഞ്ഞുമോള് എമി എന്നാണ് പേര്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കുടിച്ചിട്ട് കേരറ്റിൻ്റെ ജ്യൂസ് ആയിരുന്നു ഉണ്ടാക്കിയത്. കേരളത്തിൽ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഓര്. അപ്പോൾ എൻ്റെ പപ്പാനെ ഞാൻ ഇടയിൽ കാണിച്ച് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. എൻ്റെ ഉമ്മയും ഉമ്മമ്മ ഭയങ്കര ഇടങ്ങാറ് പൊട്ടിക്കാണ്ട് പെടാപ്പാട് പൊടിയുണ്ട് അടുക്കളയിൽ. ഇതാണ് എൻ്റെ ഇപ്പപ്പ, അതായത് എൻ്റെ ഉമ്മാൻ്റെ ഇപ്പന്നത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണിക്കുമോന്ന്. ഇതാണ് എൻ്റെ റോൾ മോഡൽ ഗൈസ്. ഞാൻ പറഞ്ഞില്ല വിശന്നിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ വന്നത്. ഞങ്ങൾ ഒരു സർപ്രൈസ് വിസിറ്റ് പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഉമ്മമാരെ ചോറും മീൻകറിയും പിന്നെ സ്രാവ് കറി പിന്നെ നല്ല ടേസ്റ്റി നാരങ്ങച്ചാറും ഉണ്ടായിരുന്നു. അപ്പം അതും കൂട്ടിയിട്ട് ഒരു അടി അടിച്ചു.
ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടാണ് തിന്നേണ്ടത്. ബട്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. Whisper truths as they flow down. Their songs entwined with the trees that live. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് പരിപാടി. ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ ഇവള് പുറത്തിറങ്ങാൻ തുടങ്ങി. പുറത്തിറങ്ങി പിന്നെ ഊർക്കാപ്പുളി, വിളിമ്പി, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. അത് എടുത്തിട്ട് ഞങ്ങളിവിടെ ഊർക്കാപ്പുളി എന്നാ പറയാം. അതും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ച് ഗൈസ് സൂപ്പർ ഇനി. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. നാളെ ഒരു നെക്സ്റ്റ് വീഡിയോ ലോഡിംഗ് ആണ്. സോ അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.